Hello guys, welcome to my YouTube channel. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസം പോകുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ടൈം കിട്ടാറില്ല. ഒന്നാമത്തെ കാര്യം സേവിച്ചാൽ അവൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ള ടൈം അങ്ങ് പോവും. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് ടൈം കണ്ടെത്തി എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 10:45. ആക്ച്വലി ഞാനിന്ന് 7 മണിക്ക് എണീറ്റായിരുന്നു കേട്ടോ. സേവിച്ചനെന്ന് 7 മണിക്ക് എണീറ്റു. എന്നിട്ട് 7 മണിക്ക് എണീറ്റ് അപ്പോൾ അവൻ എണീക്കുമ്പോൾ അവൻ്റെ കൂടെ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ സംഗതി ആകെ കുഴയും. കാരണം പിടിച്ച് കയറി നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു, നിന്ന് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കൂടെ എണീറ്റായിരുന്നു. പിന്നെ അവൻ അടുത്ത സ്റ്റെപ്പ് ഉറങ്ങാനായിട്ടുള്ള ഉറക്കം പിടിച്ചു. അങ്ങനെ പാൽ കുടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫുഡ് റെഡിയാക്കി, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സാണ്. ഞാൻ ഓട്സാണ് ഇപ്പോൾ രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സാണ്. ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത് സേവിക്കുള്ള ഫുഡ് സെറ്റാക്കണം. എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി, അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കാണും. അപ്പോൾ ലഞ്ച് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്ത് പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഹൈലൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് കാണുമ്പോൾ ഹെയർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നങ്ങനെ മനസ്സിലാവത്തില്ല. കാരണം കളർ അങ്ങനത്തെ ഒരു കളർ, എനിക്ക് കളർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഓർക്കുന്നില്ല ഏത് കളറാണെന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ കളർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലൊക്കെ ചെയ്യണം, അതായത് എടുത്തറിയാൻ പറ്റണം എന്നുള്ള ഇതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും നോക്കാം. ഞാൻ കുറേ റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇച്ചാൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ട് ഇച്ചാൻ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ് കുറേ സമയം എടുത്തു. ഞാനിനി എന്തായാലും കിച്ചണിലോട്ട് പോട്ടെ. ബാക്കി ഫുഡും പരിപാടിയും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിൽ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നേ. അപ്പോൾ ഞങ്ങൾ മദീനയിൽ പോയപ്പോൾ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സേവിച്ചൻ ഉറങ്ങി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഫുഡ് സെറ്റാക്കാൻ വന്നിരിക്കുവാണ്. ഞാൻ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കറി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെമ്മീൻ റോസ്റ്റ് എന്ന് വെക്കുന്ന ചെമ്മീൻ റോസ്റ്റ്. പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സേവിച്ചൻ ഉറങ്ങുന്ന ടൈമിൽ നടക്കത്തുള്ളൂ. അവൻ ഉണർന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പം പോയിരിക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വലിഞ്ഞു കയറും. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ്. ഗൈസ്, അപ്പോൾ ഇതാണ് സേവിച്ചൻ്റെ ഫുഡ്. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. സാധാരണ ഞാൻ ബ്രക്കോളിയും കൂടെ ഇടാറുള്ളതാണ്, പക്ഷേ ഇന്ന് ഞാൻ ഇട്ടില്ല. ഇത് ഫസ്റ്റ് അവന് കൊടുക്കണം, അതാണൊരു ടാസ്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് സേവിച്ചനെ കുളിപ്പിക്കണം. അപ്പോൾ ഞാൻ പോയി ഇനി സേവിച്ചനെ കുളിപ്പിച്ച് അവനെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഗായ്സ്, അപ്പോൾ ഉച്ച വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം.
ഇതാണ് കേട്ടോ ഇന്ന് ആക്കിയ ഫുഡ്. പ്രോൺസ് റോസ്റ്റും പിന്നെ ബീട്രൂട്ട് തോരനും. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര ചൂടാണ്, വിയർത്തൊരു വഴിയായി. കുറച്ച് സമയം കൂടെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ പോവും. നല്ല ചൂടാണ്, അടിപൊളി ചൂട്. അപ്പോൾ ഞാനിനി ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അവനും വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.